വിനോദയാത്രയ്ക്കിടെ കർണാടകയിലെ ചിക്കമഗളൂരുവിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ പാലക്കാട് സ്വദേശി ശ്രീനന്ദയുടെ സംസ്കാരം ഇന്ന് നടക്കും. തലയുടെ വലതുഭാഗത്തേറ്റ ഗുരുതര പരിക്കാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശരീരത്തിലുടനീളം പരിക്കുകളുണ്ട് എന്നും മരണത്തിൽ അസ്വാഭാവികതയില്ലെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സംശയങ്ങളില്ലെന്ന് കുടുംബം പറഞ്ഞു. അപകടത്തിൽ കൂടുതൽ അന്വേഷണം നടക്കട്ടെയെന്നും ശ്രീനന്ദയുടെ വലിയച്ഛൻ KG ശശികുമാർ പറഞ്ഞു. അതിൽ വീഴ്ചയിൽ ഉണ്ടായ ഇതാണെന്നാണ് തലയുടെ വലതുഭാഗത്തേറ്റ ക്ഷതം കാരണമാണ് മരണം എന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. പിന്നെ വീണ ലൊക്കേഷൻ ലാസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുട്ടി അവിടെ പോയിട്ടുണ്ടായിരുന്നു. നേരത്തെ അവിടെ ഒരു തവണ പോയി ബാരിക്കേഷൻ പുറത്തിറങ്ങുകയും ചെയ്തിരുന്നു. അപ്പോൾ ഞങ്ങൾ വഴക്ക് പറഞ്ഞ് പിന്നെ തിരിച്ച് കയറ്റിയിരുന്നു. പിന്നെ ഞങ്ങൾ അറിയാതെ ഒരു പക്ഷേ വീണ്ടും അങ്ങോട്ട് കയറിയിരിക്കാം ചെറിയൊരു ഗ്യാപ്പിൽ എപ്പോഴും. അങ്ങനെ ആ കുട്ടിക്ക് ഒന്നിനെയും പേടിയില്ല. അങ്ങനെ ഒരു പ്രത്യേക ടൈം. ഇത് അവിടെ സുരക്ഷയ്ക്ക് വെച്ച ബാരിക്കേഡിന് അപ്പുറത്തേക്ക് ആദ്യമേ ഇറങ്ങിയിരുന്നു. ഫോട്ടോ എടുക്കാനല്ല, അവിടെ ഒന്ന് ഡെപ്ത് നോക്കുന്നത് കണ്ടു. അപ്പോഴാണ് ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ വഴക്ക് പറഞ്ഞു. എന്നിട്ട് കുട്ടിയെ തിരിച്ച് കയറാമെന്ന് തിരിച്ച് കയറ്റിയതായിരുന്നു. ഒരുപക്ഷെ പിന്നെ മുതിർന്ന ആളുകളില്ലാത്തത് കൊണ്ട് ഒന്നുകൂടി പോയതായിരിക്കാം എന്ന് വിചാരിക്കുന്നു. പിന്നെ എന്തായാലും പോലീസിൻ്റെ അന്വേഷണം നടക്കട്ടെ. ശ്രീനന്ദയുടെ പാലക്കാട്ട് വീട്ടിൽ നിന്ന് സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. സാജിദ, പോസ്റ്റ്മോർട്ടം ഒക്കെ പൂർത്തിയായിട്ടുണ്ട്. അവിടെ നിന്ന് എപ്പോഴാണ് ശ്രീനന്ദയുടെ മൃതദേഹം അവിടെ വീട്ടിലെത്തിക്കുക? അതുപോലെ തന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വന്നതോടെ കുടുംബം, ബന്ധുക്കൾ ഉന്നയിച്ച സംശയങ്ങളൊക്കെ മാറിയിട്ടുണ്ടോ? ദിവ്യ, ശ്രീനന്ദയുടെ കടമ്പുഴപ്പുറത്തെ വീട്ടിലാണ് ഞാൻ ഉള്ളത്. ഇവിടെ ഈ അല്പസമയത്തിനുള്ളിൽ തന്നെ മൃതദേഹം എത്തും. ഏതാണ്ടൊരു 15-20 മിനിറ്റ് കൊണ്ട് തന്നെ മൃതദേഹം എത്തും. ഏതാണ്ട് കരിങ്കല്ലത്താണ് കഴിഞ്ഞു എന്നാണ് കുറച്ച് സമയം മുൻപ് പറഞ്ഞിരുന്നത്. ഇതിൽ ഏറ്റവും ഈ ദുഃഖകരമായ കാര്യം, വലിയ സന്തോഷത്തിൽ ആഹ്ലാദത്തിൽ വിനോദയാത്രയ്ക്ക് പോയ ഈ 14 വയസ്സുള്ള ശ്രീനന്ദ ഈ ചേതനേറ്റ ശരീരവുമായാണ് അവസാനമായി വീട്ടിലേക്ക് വരുന്നത്. ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ദുരൂഹത മാതാപിതാക്കളും ബന്ധുക്കളും എല്ലാം പറഞ്ഞിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഇവർക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഈ കുട്ടി വീണത്, കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് ആ വീണ സ്ഥലത്തല്ല, അതായത് ആ കുട്ടി ഉണ്ടായിരുന്ന സ്ഥലത്തല്ല എന്നുള്ളതായിരുന്നു. എന്നാൽ ആ സ്ഥലത്ത് തന്നെയാണെന്ന് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിൽ മറ്റ് എന്തെങ്കിലും സംശയത്തക്ക വിധത്തിൽ യാതൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ഇത് ഈ കുട്ടി അപകടത്തിൽപ്പെട്ടതാണ് എന്ന് തന്നെയാണ് പറയുന്നത്. നേരത്തെ ഈ കുട്ടിയുടെ അച്ഛൻ്റെ സഹോദരൻ വലിയച്ഛൻ നമ്മോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഈ ശ്രീനന്ദ ഈ നേരത്തെ തന്നെ ഈ ബാരിക്കേഡിനപ്പുറം വലിയ താഴ്ചയാണ്, 1500 അടി താഴ്ചയാണ്. ആ എത്രത്തോളം താഴ്ചയുണ്ടെന്ന് കാണാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ മുതിർന്ന ആളുകൾ അത് വിലക്കിയിരുന്നു. പിന്നെ മുതിർന്ന ആളുകൾ ഇല്ലാതെ ഈ കുട്ടിയുടെ സമപ്രായക്കാരായ ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് നോക്കി താഴ്ചയിലേക്ക് വീണതായിരിക്കാം എന്നൊരു സംശയമാണ് പറയുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടത്തിൽ അത്തരത്തിലുള്ള ഈ വീഴ്ചയിൽ പറ്റിയ പരിക്കല്ലാതെ മറ്റ് യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എങ്കിലും കർണാടക പോലീസിൻ്റെ അന്വേഷണം നടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആ അന്വേഷണം വേണമെന്നും കുടുംബം പറയുന്നു. ഈ തലയുടെ ഒരു ഭാഗത്ത് ഏറ്റ പാറക്കെട്ടിലോ മറ്റോ അടിച്ച് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. ഇതാണ് മരണകാരണം. അതോടൊപ്പം തന്നെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പരിക്കുണ്ട്. കാരണം ഇത്ര താഴ്ചയിലേക്ക് വീണതാണ്. അതുകൊണ്ട് എല്ലുകൾ പൂർണ്ണമായി ഒടിഞ്ഞ നിലയിലാണ് ഉള്ളത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ നിരവധി ആളുകളാണ് ശ്രീനന്ദയെ അവസാനമായി ഒരു നോക്ക് കാണാനായി വന്നിരിക്കുന്നത്. സ്കൂളിലേക്ക് കളിച്ച് ചിരിച്ച് പോകുന്ന കുട്ടിയാണ്. നാട്ടുകാർക്ക് പ്രിയപ്പെട്ട ഒരു മകളാണ്. ആ കുട്ടിയെ അവസാനമായി ഒന്ന് കാണാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഇവർ ഈ നാട്ടിൽ നിന്ന് ഈ രീതിയിൽ ഇടയ്ക്കിടെ വർഷത്തിൽ 1-2 തവണ വിനോദയാത്ര പോകാറുണ്ടെന്നാണ് പറയുന്നത്. ഈ ക്ഷേത്ര കമ്മിറ്റിക്ക് വേണ്ടി പണം പിരിക്കുക എന്ന രീതിയിൽ കൂടിയാണ് 5000 രൂപയാണ് ഒരാളിൽ നിന്ന് ഈടാക്കുന്നത്. അതിൽ വിനോദയാത്ര പോയി ബാക്കി വരുന്ന തുക ക്ഷേത്ര കമ്മിറ്റിക്ക് പൂരം നടത്തുന്നതിനും മറ്റുമായി പിരിക്കാൻ വേണ്ടി വർഷങ്ങളായി നടക്കുന്നതാണ്. അതിൻ്റെ ഭാഗമായാണ് പോയത്. 40 അംഗ സംഘമായിരുന്നു ഈ വിനോദയാത്ര സംഘത്തിൽ ഉണ്ടായിരുന്നത്. ശ്രീനന്ദയുടെ മൃതദേഹം എത്തി. ഏതാണ്ട് ഒരു 2 മണിക്കൂറോളം ഇവിടെ പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷം തൃശ്ശൂർ ജില്ലയിലെ തിരുവില്ലാമല ഐവർ മഠത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇപ്പോൾ ശ്രീനന്ദയെ അവസാനമായി ഒരു നോക്ക് കാണാനായി നിരവധി പേരാണ് ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. മൃതദേഹം ഏതാണ്ട് ഒരു 20 മിനിറ്റിനകം തന്നെ ഇവിടെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദിവ്യ, ശരി. സാജിദ, എന്തായാലും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ പ്രകാരം തലക്കേറ്റ ഗുരുതര പരിക്കാണ്
മരണകാരണമായതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അപകടത്തിൽ ശരീരത്തിലുടനീളം മുറിവേറ്റിട്ടുണ്ട് എന്ന് കൂടി പറയുന്നുണ്ട്. മറ്റെന്തൊക്കെ വിവരങ്ങളാണ്? ശരി, ഞാൻ സാജിദിലേക്ക് വരാം. ഇപ്പോൾ